ഹലോ, നമസ്കാരം. ഫരീദ് ജാസാണ്. ഇന്ന് നമ്മൾ പോകുന്നത് കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്കാണ്. അഭയാരണ്യം ഇക്കോ ടൂറിസം. കോടനാട് ആന പരിശീലന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ്. അനാഥരായ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഗവൺമെൻറ് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഇതിൻ്റെ തുടക്കം നല്ല ഭംഗി നമുക്ക് കാണാൻ തന്നെ സാധിക്കാം. തുടക്കത്തിൽ തന്നെ നല്ല ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചയാണത്. തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ആളുകൾക്ക് പ്രവേശനത്തിനായിട്ട് ടിക്കറ്റ് എടുക്കാം. കയറുമ്പോൾ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ ഒക്കെ ഒരു ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. നല്ല മഴ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈസ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷെ ഒരുപാട് വിവിധ തരത്തിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഫോട്ടോസൊക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കപ്രിക്കാട് മിനി മൃഗശാല നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. ആണ് നല്ല രസമുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. പലതരം മരങ്ങളുണ്ട് ഇവിടെ. തേക്കുകൾ, മാഞ്ചിയം, മഹാഗണി, അങ്ങനെ വ്യത്യസ്ത തരം മരങ്ങളും ഈ കാട്ടിലുണ്ട്. അതോടൊപ്പം ഏറ്റവും ഭംഗിയുള്ള ഒന്ന് ഈ ഇല്ലുകൾ തന്നെ കേട്ടോ. മഞ്ഞ, പച്ച, അങ്ങനെ പല വിവിധതരം ഇല്ലുകൾ. അത് നല്ല കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗി. ഇവിടുത്തെ മാനുകൾ, ഒരു ഭാഗത്ത് മാനുകളാണെങ്കിൽ മറ്റു ഭാഗത്ത് മ്ലാവുകൾ, അങ്ങനെ 2-3 സ്ഥലത്തൊക്കെ ആയിട്ട് ഈ മാനുകളും മ്ലാവുകളൊക്കെ നിൽക്കുന്നുണ്ട്. അവരുടെ യഥാർത്ഥ പരിസ്ഥിതിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ആ മൃഗങ്ങളൊക്കെ നല്ല അവർ ആസ്വദിച്ച് അത് ജീവിക്കുന്നുണ്ട്. കണ്ടാൽ അറിയാൻ പറ്റും, കൂട്ടമായിട്ട് നിൽക്കുന്നു. നല്ല ഭംഗിയുണ്ട്. ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ഇല്ലുകളുടെ അടിയിൽ ഞങ്ങൾ പതുക്കെ നിന്നു. ആന പരിശീലന കേന്ദ്രം ആയിരുന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആന പരിശീലന കേന്ദ്രമായിരുന്നു ഇത്. ഈ കാട്ടാനകളെ മെരുക്കി എടുക്കുന്ന കേന്ദ്രം. പക്ഷെ അത് കേന്ദ്ര ഗവൺമെൻറ് ആനകളെ പിടിക്കുന്നത് നിരോധിച്ചപ്പോൾ പിന്നീട് പ്രശ്നക്കാരായ ആനകളെ മാത്രം മെരുക്കിയെടുക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറും. ഇവിടെ ആശ, പാർവതി, അഞ്ജന, അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി ആനകളുണ്ട്. പരിശീലനം നേടിയ ആനകൾ. ആനകളൊരു വലിയ, ഏത് മനുഷ്യനും ഇഷ്ടം തോന്നുന്ന ഒന്നാണുള്ള ആനകൾ. അവരുടെ ആകാര രീതി, ഒരു കൊമ്പും തുമ്പിക്കൈയും എല്ലാം ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ഇതിൽ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആന എന്ന് പറയുന്നത് ചന്ദ്രുവാണ്. അത് നമ്മുടെ പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന ചന്ദ്രശേഖരൻ എന്നാണ് അവൻ്റെ ആദ്യ പേര്. പിന്നീട് ഇപ്പോൾ ഇവിടെ പീലാണ്ടി ചന്ദ്രു എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതാണ് കേട്ടോ ആനയെ മെരുക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലം. വലിയ മരത്തിൻ്റെ പലകൾ കൊണ്ട് ഉപയോഗിച്ച ആനയെ മെരുക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണത്. 3 മാസത്തോളമൊക്കെ പരിശീലനം അതിൽ ചെയ്യും. എന്തായാലും നല്ല മനോഹര കാഴ്ചയാണ്. ഓക്കെ, ബൈ.